നെക്സ്റ്റ് ടോപ്പിക്ക് മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിങ് ഡെഡ് ലോക്ക് ആണ്. അപ്പോൾ ഡെഡ് ലോക്ക് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഈ ഡെഡ് ലോക്ക് സംഭവിക്കാം എന്ന് പറഞ്ഞു, നെസസറി കണ്ടീഷൻസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിങ് ഡെഡ് ലോക്ക്. ഇത്രയും ഡെഡ് ലോക്കിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിങ് ഡെഡ് ലോക്സ്. വി ക്യാൻ ഡീൽ വിത്ത് ദ ഡെഡ് ലോക്ക് പ്രോബ്ലം ഇൻ വൺ ഓഫ് ദി 3 ways. We can use a protocol to prevent or avoid deadlocks, ensuring that the system will never enter a deadlocked state. We can allow the system to enter a deadlock state, detect it and recover. And the third one is we can ignore the problem altogether and pretend that the deadlocks never occur in the system. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് പറയാം, അല്ലെങ്കിൽ 4 നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡെഡ് ലോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു. അതായത് ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു രീതിയിലും ഡെഡ് ലോക്ക് സ്റ്റേറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, വരാതിരിക്കാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡെഡ് ലോക്ക് അലോ ചെയ്യുന്നു. ഓക്കെ, ഡെഡ് ലോക്ക് വരുന്ന സമയത്ത് നമുക്കത് കാണാം, നമുക്കത് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ. അതാണ് ഒരു സിസ്റ്റത്തിന് നമ്മൾ ഡെഡ് ലോക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ അലോ ചെയ്യുന്നു. അതിനുശേഷം അത് വന്നു കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യും, ദെൻ അതിൽ നിന്നും നമ്മൾ റിക്കവർ ചെയ്യും. അതാണ് സെക്കൻഡ്. തേർഡ് വൺ എന്താ, നമ്മൾ ഡെഡ് ലോക്കിനെ ഇഗ്നോർ ചെയ്യുന്നു. എന്ത് വന്നാലും വന്നിട്ടില്ലെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു സമയത്ത് അതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ സിസ്റ്റത്തിൽ ഒരിക്കലും ഡെഡ് ലോക്ക് വരില്ല എന്നുള്ള രീതിയിൽ. Then deadlock prevention. To ensure that the deadlock never occur, the system can use either deadlock prevention or a deadlock avoidance scheme. അതായത് ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഡെഡ് ലോക്ക് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സ്കീം, നമുക്കൊരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നുകിൽ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ അല്ലെങ്കിൽ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് സ്കീം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് മെത്തേഡ്സ് ഫോർ എൻഷുറിങ് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ നെസസറി കണ്ടീഷൻസ് കനോട്ട് ഹോൾഡ്. അതായത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി 4 നെസസറി കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, നോ പ്രിയംഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, സർക്കുലർ വെയിറ്റ്. ഇതാണ് 4 മെത്തേഡ് അല്ലേ, നെസസറി കണ്ടീഷൻസ് ടു ഒക്കർ എ ഡെഡ് ലോക്ക്. അപ്പോൾ ഈ 4 കണ്ടീഷൻസിൽ ഒന്നെങ്കിലും നമുക്ക് നടക്കാതിരിക്കാൻ വേണ്ടി ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്കൊരു സെറ്റ് ഓഫ് മെത്തേഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഡെഡ് ലോക്ക് പ്രിവെൻഷനിൽ പറയുന്നത്. അപ്പോൾ ദീസ് മെത്തേഡ്സ് പ്രിവെൻറ്റ് ഡെഡ് ലോക്സ് ബൈ കൺസ്ട്രെയിനിങ് ഹൗ റിക്വസ്റ്റ് ഫോർ റിസോഴ്സസ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മുടെ 4 നെസസറി കണ്ടീഷൻസ്. അപ്പോൾ സർക്കുലർ കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ നോ പ്രിയംഷൻ ആണ്. അപ്പം നമുക്ക് പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മെത്തേഡ്സ് നമ്മളായിട്ട് നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുപാട് കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, സ്കീംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വരുന്ന സമയത്തും ആ ഒരു ഡെഡ് ലോക്ക് വരാത്തക്ക രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ 4 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഹോൾഡ് ചെയ്യാത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. Then deadlock avoidance. Deadlock avoidance requires that the operating system be given in advance the additional information concerning which resources a process will request and use during its lifetime. With this additional knowledge, it can decide for each request whether or not the process should wait. To decide whether the current request can be satisfied or must be delayed, the system must consider the resources currently available, the resources currently allocated to each process, and the future request and release of each process. അപ്പോൾ പ്രിവെൻഷൻ്റെ കേസിൽ നമ്മൾ ഈ 4 നെസസറി കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ നമ്മൾ സർക്കുലർ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത്തരം സർക്കുലർ കണ്ടീഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഹോൾഡ് ആൻഡ് വെയിറ്റ് പറഞ്ഞു. ഇപ്പോൾ ഹോൾഡ് ആൻഡ് വെയിറ്റ് ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് 2 റിസോഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്, അതിൽ ഒന്നിനെ നമ്മൾ ഹോൾഡ് ചെയ്തു മറ്റൊന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കാം, ഒരു ഡെഡ് ലോക്ക് സംഭവിക്കാം
അല്ലേ? അപ്പോൾ ഈ എല്ലാ കണ്ടീഷൻസിലും നമുക്കിപ്പോൾ ഹോൾഡ് ആൻഡ് വെയിറ്റിൽ 2 റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ പാടില്ല എന്നാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിനെ ഹോൾഡ് ചെയ്ത് മറ്റേതിനെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓൾറെഡി ഹോൾഡ് ചെയ്തതിനെ നമുക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ ആകുമ്പോൾ എന്താ, നമുക്ക് ആ ഒരു റിസോഴ്സ് ഫ്രീ ആയി. അപ്പോൾ അത് വേറെ ഏതെങ്കിലും പ്രോസസ്സിന് അതിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റിനുള്ള കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കുമ്പോൾ സംഭവിക്കുന്നത്. കാരണം ഒന്നിനെ ഹോൾഡ് ചെയ്ത് മറ്റൊന്നിനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഹോൾഡ് ചെയ്തതിന് മറ്റൊരു പ്രോസസ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നോ പ്രിയംഷൻ എന്നുള്ള കണ്ടീഷൻ വന്നു. അപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ, അതായത് ഒന്നിനെ ഹോൾഡ് ചെയ്ത് മറ്റൊന്നിനെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ല എങ്കിൽ ഓൾറെഡി ഏതെങ്കിലും ഒരു റിസോഴ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ റിലീസ് ചെയ്യാം. അതിനെ റിലീസ് ചെയ്യുമ്പോൾ ആ റിസോഴ്സിന് വേറെ ഏതെങ്കിലും പ്രോസസ്സിന് ആവശ്യമുണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇനി ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള അഡീഷണൽ ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഏതൊക്കെ പ്രോസസ്സ് ഉണ്ട്, ആ എല്ലാ പ്രോസസ്സിനും ഏതൊക്കെ സമയത്ത് ഏതൊക്കെ റിസോഴ്സസിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള അഡീഷണൽ ഇൻഫോർമേഷൻസ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് വേണ്ടി വരും. ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇപ്പോൾ കറൻ്റ് ഏതൊക്കെ റിസോഴ്സാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഇനി ഫ്യൂച്ചറിൽ ഏതൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, ഏതൊക്കെ പ്രോസസ്സ് വേണ്ടി വരും, എത്രയൊക്കെ റിസോഴ്സസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്, അതിൽ ഇത്രയും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ ബാക്കി എത്രത്തോളം ബാക്കി വരും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നതാണ് എന്ത്, ഡെഡ് ലോക്ക് അവോയ്ഡൻസ്. അങ്ങനെയെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഓരോന്നിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം, നമുക്ക് എന്ത് നടക്കും, നമുക്ക് ഒരു ഡെഡ് ലോക്കിന് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്, ആ സാധനങ്ങൾ ഈ സമയത്ത് ഈ ആൾക്ക് വേണ്ടി വരും. അപ്പോൾ വേറെ ആൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ പ്രിവെൻഷൻ, അവിടെ ഒരു ഡെഡ് ലോക്ക് സംഭവിക്കാം. അപ്പോൾ ഇത്രയും റിസോഴ്സിൽ ഇത്രയും ഏതൊക്കെ ആൾക്കൊക്കെ ഏതൊക്കെ സമയത്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അതാണ് അത്തരത്തിൽ ചെയ്ത് വെക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, next, deadlock detection and recovery. Deadlock detection and recovery allows deadlocks to form, then finds and breaks them. If a system does not employ either a deadlock prevention or a deadlock avoidance algorithm, then the deadlock situation may arise. In this environment, the system can provide an algorithm that examines the state of the system to determine whether a deadlock has occurred and an algorithm to recover from the deadlock. അപ്പോൾ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെഡ് ലോക്കിനെ അലോ ചെയ്യുന്നു. അപ്പോൾ ഡെഡ് ലോക്ക് അലോ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ നമ്മളതിനെ ഡിറ്റക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മുടേതായിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ആ ഒരു ഡെഡ് ലോക്കിൽ നിന്നും നമ്മൾ റിക്കവർ ആവുന്നു. ഓക്കെ, അപ്പം ഒന്നുകിൽ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ അല്ലെങ്കിൽ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ മേ അറൈസ് എന്നാണ്. കാരണം എല്ലാ സമയത്തും അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അത് വളരെ റയറസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഗ്യാരണ്ടി നമ്മൾ പറയുന്നില്ല. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെൻറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് എവിടെയാണ് നമ്മുടെ ഡെഡ് ലോക്ക് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു ഡെഡ് ലോക്കിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള ഒരു അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി. ഡിറ്റക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം റിക്കവർ ചെയ്യുന്നു. ഡിറ്റക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, അവിടെ ഡെഡ് ലോക്ക് സംഭവിക്കണം. ഡെഡ് ലോക്ക് സംഭവിക്കാൻ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ഡെഡ് ലോക്ക് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇഗ്നോറൻസ്. In the case of ignorance, there is no code or functionality written to handle the deadlock. It is used by most of the operating systems, including Unix and Linux. Here, deadlock is a rarest situation to occur that I have already mentioned just before. And writing the code or functionality takes time, cost, increases complexity and reduces the speed. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിലും ഏതാണ് ഫോളോ ചെയ്യുന്നത്, ഇഗ്നോറൻസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. യുണിക്സ് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, ഏതായാലും നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും സിസ്റ്റം സ്റ്റക്കായി കഴിഞ്ഞാൽ, ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ജസ്റ്റ് പവർ ബട്ടൺ ഞെക്കും, അല്ലേ? അതാണ് ചെയ്യുന്നത്. കാരണം അതിൽ നിന്ന് നമ്മൾ വേറെ റിക്കവർ ചെയ്യാൻ വേറൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വേറൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, വേറെ കോഡോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക.
അത്തരത്തിൽ അത് ഒരു കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിന് വേണ്ടി പ്രത്യേകം ഫങ്ഷണാലിറ്റിയോ കോഡ്സോ മെത്തേഡ്സോ ഒന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് വളരെ റെയറസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു കോഡ്, ഡിറ്റക്റ്റ് ചെയ്യാനൊരു കോഡ്, അതുപോലെ റിക്കവർ ചെയ്യാനുള്ളൊരു കോഡ്, ഇത്തരത്തിൽ ഒരുപാട് കോഡ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ കോസ്റ്റും ഉണ്ട്, കോസ്റ്റ്ലി ആണ്, അതുപോലെ വേറെന്താ പറയുക, വളരെ കോംപ്ലക്സിറ്റി ഉള്ളതാണ് സംഭവം. അതായത് അതിൻ്റെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. കാരണം ഒരുപാട് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം സിസ്റ്റത്തിന് കോഡ്സ് യൂസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് കോഡ്സ് കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും കുറയും. അപ്പോൾ അൺനെസസറി ആയിട്ട് ഒരുപാട് കോഡ്സും കാര്യങ്ങളും നമ്മൾ സിസ്റ്റത്തിലേക്ക് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. വളരെ റെയറസ്റ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നൊരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ ഒരുപാട് കോഡ്സ് എഴുതി നമ്മുടെ മെമ്മറി, നമ്മുടെ ടൈം, നമ്മുടെ കോസ്റ്റ് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ഇത്തരത്തിൽ ഒരു ഇഗ്നറൻസ് മെത്തേഡാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിങ് ഡെഡ് ലോക്ക് എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ദെൻ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു, ദെൻ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇഗ്നോറൻസ്. ഓക്കെ, ഈ 4 മെത്തേഡ്സ് ആണുള്ളത്. ഈ 4 മെത്തേഡ്സിൽ പ്രിവെൻഷൻ ഉള്ളത് അങ്ങനെ ഓരോന്നിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.